കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് കുത്തക വിരുദ്ധ ഗവൺമെൻറ്റാണ്. കുത്തകൾക്കെതിരെ പടപൊരുതുന്ന ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ആ ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്ന സർക്കാർ. പക്ഷേ അവർ കുത്തകകളെ കാണുമ്പോൾ മുട്ടുവിറയ്ക്കും. കുത്തകകൾക്ക് വേണ്ടിയിട്ട് എന്ത് സൗകര്യവും ചെയ്തു കൊടുക്കും. പാവങ്ങൾക്ക് അമിതമായിട്ട് ചാർജ് ഈടാക്കുകയും ചെയ്യും. ഇവിടെ ഞാൻ വൈദ്യുതിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. കുത്തകകൾക്ക് സ്വന്തമായിട്ട് വൈദ്യുതി ഉണ്ടാക്കാനുള്ള സർവ്വ അധികാരങ്ങളും കൊടുക്കുന്നു. അതേസമയം പാവങ്ങൾ, ജനങ്ങൾ അമിത ബില്ല് അടച്ച് വൈദ്യുതി അടയ്ക്കേണ്ടിയും വരുന്നു. ഇത് കേരള സർക്കാരിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു നഗ്നമായ ഒരു പ്രവർത്തനമാണ്. ഇപ്പോൾ ചില കമ്പനികൾക്കാണ് അത്തരത്തിൽ വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി അനുവാദം കൊടുത്തത്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ വ്യവസായങ്ങൾ വളരണമെന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നത് കൊണ്ട് ചില കമ്പനികൾക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള വൈദ്യുതി നിർമ്മിക്കാനുള്ള താൽക്കാലിക അനുമതി കൊടുക്കുന്നുണ്ട്. അത് ഒരു സംസ്ഥാന സർക്കാർ ചെയ്യണം. നമ്മളതിനെ വലിയൊരു കാര്യം. കാരണം നായനാരുടെ കാലത്ത് അത്തരത്തിലുള്ള BOT വ്യവസ്ഥയിൽ അത്തരത്തിലുള്ള ചില വൈദ്യുതി നിർമ്മാണത്തിനുള്ള ചുമതല അല്ലെങ്കിൽ അധികാരം ചില കമ്പനികൾക്ക്, അവർക്ക് വേണ്ടി മാത്രം, അവർക്ക് വൈദ്യുതി വിൽക്കാനൊക്കെ ഇല്ല, അവരുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി മാത്രം ഉപയോഗിക്കാം എന്നതിന് വേണ്ടിയിട്ട് അവരുടെ കമ്പനി പ്രവർത്തനത്തിന് വേണ്ടിയുള്ള വൈദ്യുതി അവർക്കുണ്ടാക്കാം. അത് അവരുടെ ചെലവിൽ തന്നെ ഉണ്ടാക്കാം. BOT വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് അങ്ങനെ ഒരു കമ്പനിക്ക് നായനാർ ഗവൺമെൻറ് അനുവാദം കൊടുത്തത്. അതിലൊരു കമ്പനി കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനി അവരുടെ കേരളത്തിലെ കമ്പനി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മണിയാറിൽ നിന്നും മണിയാറിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കാനുള്ള അനുവാദം വാങ്ങിയിരുന്നു. 30 വർഷത്തേക്കാണ് അത്തരത്തിൽ ഈ വൈദ്യുതി നിർമ്മിക്കാനുള്ള അനുമതി നായനാർ സർക്കാരിൽ നിന്നും അന്ന് അവർ ഏറ്റെടുത്തത്. കാരണം വ്യവസായം തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തിൽ ഗവൺമെൻറ്റും അനുവാദം കൊടുത്തു. പക്ഷേ നമുക്കൊന്നും ഒരു വൈദ്യുതി ഉണ്ടാക്കാൻ അനുവാദമില്ല കേട്ടോ. നമ്മൾ സോളാറിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കിയാൽ പോലും നമ്മുടെ സോളാർ പ്രകാശത്തിൽ നിന്ന്, സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മുടെ കാശ് മുടക്കി നമ്മൾ സോളാർ പാനലുകൾ വെച്ച് ബാറ്ററി വെച്ചിട്ട് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ പോലും അതിനു പോലും പ്രത്യേക സെസ് ഏർപ്പെടുത്തിയ, സൂര്യപ്രകാശത്തിന് ഉപയോഗിച്ചതിന് വേണ്ടിയിട്ട് പ്രത്യേക നികുതി ഈടാക്കിയവരാണ് ഈ സംസ്ഥാന സർക്കാരും ഈ KSEBയും. അപ്പോഴാണ് കോടതി ഇടയ്ക്ക് ചോദിച്ചു, എന്താ സൂര്യൻ നിങ്ങളുടെ വകയാണോ എന്ന്. കാരണം സൂര്യൻ ലോകത്തിൻ്റെ വകയാണ്. സൂര്യപ്രകാശം എടുത്ത് നമ്മളൊരു വൈദ്യുതി ഉണ്ടാക്കുമ്പോൾ അതിന് നിങ്ങൾ എന്തിനാണ് പ്രത്യേക സെസ് ഏർപ്പെടുത്തുന്നത്, പ്രത്യേക നികുതി ഏർപ്പെടുത്തുന്നത്? അതുകൊണ്ട് സൂര്യൻ നിങ്ങളുടെ KSEBയുടെ വകയാണോ, കേരള സർക്കാരിൻ്റെ വകയാണോ എന്ന് കോടതി ഒരിക്കൽ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു വൈദ്യുതി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കതിന് പ്രത്യേക സെസ് ഏർപ്പെടുത്തും. നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ വരുന്നെങ്കിൽ, നമ്മുടെ ആവശ്യത്തിൽ കഴിഞ്ഞ് കൂടുതൽ വരുന്നെങ്കിൽ നമ്മൾ KSEBക്ക് കൊടുത്തോണം. പക്ഷേ ഈ കുത്തകകൾ ഉണ്ടാക്കുന്ന വൈദ്യുതി അവർ ആവശ്യത്തിന് ഉണ്ടാക്കി അധികമായിട്ട് ഉപയോഗിച്ചാലും അത് അവർക്ക് തന്നെ ഉപയോഗിക്കാം, അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം. ആർക്കും KSEBക്ക് കൊടുക്കേണ്ട, ഒന്നും കൊടുക്കണ്ട. പോട്ടെ, അത് വ്യവസായം വളരുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് കണക്കാക്കാം. നമ്മളങ്ങനെ ഒരു സൗജന്യം കൊടുക്കുന്ന അങ്ങനെ ആയിക്കോട്ടെ. കാരണം വ്യവസായങ്ങൾ നാട്ടിൽ വരേണ്ടതാണ്. പക്ഷേ ഈ കമ്പനിക്ക് 30 വർഷത്തേക്കാണ് നായനാർ സർക്കാർ അനുവാദം കൊടുത്തത്. കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിക്ക്. ഈ ഡിസംബർ 30-ാം തീയതി അവരുടെ കാലാവധി കഴിയുകയാണ്. ഡിസംബർ 30-ാം തീയതി കാലാവധി കഴിയുന്നതിന് മുമ്പ്, 1 മാസം മുമ്പ് ഈ സംസ്ഥാന സർക്കാരും KSEBയും അവർക്ക് നോട്ടീസ് കൊടുക്കണം. നിങ്ങളുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അനുവാദമില്ല. നിങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റിനെ സർക്കാർ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് ഈ 30 ദിവസത്തിനകത്ത് നിങ്ങളുടെ വൈദ്യുതി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും 30 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ നിർത്തണം. നിങ്ങളുടെ സ്വന്തം ഉപകരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ബാക്കി അവിടെ വൈദ്യുതി ഉണ്ടാക്കാനുള്ള ടാങ്കും മറ്റുമെല്ലാം, ആ സൗകര്യങ്ങളെല്ലാം സർക്കാർ ഏറ്റെടുക്കും. ഇനി സർക്കാർ വൈദ്യുതി ഉണ്ടാക്കും, സർക്കാരിന് വേണ്ടി ആ വൈദ്യുതി ഞങ്ങൾ ഉണ്ടാക്കും എന്ന് സർക്കാരിന് പറയാവുന്നതാണ്. 30 വർഷം കാലാവധി കൊടുത്തു. പക്ഷേ ഈ ഡിസംബർ ഇന്നിപ്പോൾ 12 ആയിരിക്കുന്നു. ഇത്രയും ദിവസമായിട്ടും അത്തരത്തിലൊരു നോട്ടീസ് സംസ്ഥാന സർക്കാർ ഈ കമ്പനികൾക്ക്, കാർബറാണ്ടം ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പ് എന്നുള്ള കമ്പനിക്ക് കൊടുത്തിട്ടില്ല. മാത്രമല്ല, ഈ കരാർ തീരുന്ന വിവരം ഈ കമ്പനിക്ക് അറിയാമായിരുന്നു. ഡിസംബർ 30-ന് മുമ്പ് തീരുമെന്ന്. അതുകൊണ്ട് അവർ നേരത്തെ തന്നെ സർക്കാരിനെയും KSEB ഉദ്യോഗസ്ഥന്മാരെയും വേണ്ടപ്പെട്ടവരെയും സർക്കാർ വേണ്ടപ്പെട്ടവരെയും ഒക്കെ പോയി കണ്ടിട്ട് അത്യാവശ്യം കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് ഞങ്ങൾക്ക് കരാർ നീട്ടിത്തരണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനകത്ത് ഇപ്പോൾ നീട്ടിക്കൊടുക്കാനുള്ള ഒരു നീക്കത്തിലാണ് സർക്കാർ. കാരണം 30 ദിവസത്തിനകത്ത് നോട്ടീസ് കൊടുക്കണം.
ഇപ്പോൾ സർക്കാർ മനഃപൂർവ്വം നോട്ടീസ് കൊടുക്കാതെ വെച്ച് താമസിപ്പിച്ചു. അപ്പോൾ വച്ച് താമസിപ്പിക്കുമ്പോൾ ഇവർക്ക് ഇനി കോടതിയിൽ പോകാം, ഞങ്ങൾക്ക് 30 ദിവസം അനുവാദം തന്നില്ല, കരാർ പ്രകാരം 30 ദിവസം ഞങ്ങൾക്ക് ഉള്ളതാണ്, അതുകൊണ്ട് ഞങ്ങളെ വൈദ്യുതി ഉണ്ടാക്കാൻ അനുവദിക്കണം, സർക്കാർ ഞങ്ങളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് കോടതിയിൽ പോകാം. അപ്പോൾ സർക്കാർ പറയും ഞങ്ങൾ ഉടനെ നോട്ടീസ് കൊടുക്കുമെന്ന് പറയും. അപ്പോൾ നോട്ടീസ് കൊടുക്കുമെന്ന് പറയും സർക്കാർ. അപ്പോൾ ആ നോട്ടീസ് കൊടുക്കുന്നത് വരെ അവർക്ക് 30 ദിവസം കൊടുക്കണമെന്ന് സർക്കാർ പറയും. അപ്പോൾ അവർക്ക് വീണ്ടും കുറച്ച് ദിവസവും കൂടി വൈദ്യുതി ഉണ്ടാക്കാം. സർക്കാർ നോട്ടീസ് കൊടുക്കാൻ വീണ്ടും വച്ച് താമസിപ്പിക്കും. വച്ച് താമസിപ്പിച്ച് വീണ്ടും ഇത് നീണ്ടു പോകും. ആരും അറിയില്ല, ഒന്നും മിണ്ടില്ല. ഇത് കരാർ രഹസ്യമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഇതിൻ്റെ പിന്നിൽ കൃത്യമായ അഴിമതിയുണ്ട്, കോടികളുടെ അഴിമതിയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. അത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയാണ് ആ കാര്യം ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വിവരം അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ അഴിമതിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്, വൻ അഴിമതിയാണ് നടക്കുന്നത്. കഴിഞ്ഞ 2023 ഈ കമ്പനി ഇത്തരത്തിലുള്ളൊരു ചെറിയ നമ്പർ കാണിച്ചു, ഒരു കള്ളത്തരം കാണിച്ചു. അതായത് വെള്ളപ്പൊക്കം വന്നപ്പോൾ ഞങ്ങളുടെ പ്ലാന്റ്, അതായത് വൈദ്യുതി നിർമ്മാണ പ്ലാന്റിന് വലിയ തകരാറ് വന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വൈദ്യുതി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കരാർ നീട്ടിത്തരണം, 30 വർഷം എന്നുള്ളത് കുറച്ച് കൂടുതൽ നീട്ടിത്തരണം, കാരണം ഞങ്ങൾക്ക് ഈ വെള്ളപ്പൊക്കം വന്ന് പ്ലാന്റുകൾക്ക് തകരാർ വന്നത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് സർക്കാരുമായ ഒരു രഹസ്യ ധാരണ എത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു. അപ്പോഴും അത്യാവശ്യം പാർട്ടിക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു അന്ന് ഈ കമ്പനിക്കാർ. അങ്ങനെ പക്ഷേ ചെന്നിത്തല പറയുന്നത് അത് പച്ചക്കള്ളമായിരുന്നു എന്നാണ്. ഈ വെള്ളപ്പൊക്കത്തിൽ 1 രൂപയുടെ നഷ്ടം പോലും ഈ കമ്പനിയുടെ പ്ലാന്റിന്, വൈദ്യുതി നിർമ്മാണ പ്ലാന്റിന് ഉണ്ടായിട്ടില്ല. ഇത് മഹാകള്ളമാണ് അവർ പ്രചരിപ്പിച്ചത്. അതിൻ്റെ പേരിൽ ആ പച്ചയിൽ വെള്ളപ്പൊക്കത്തിൻ്റെ പേരിൽ വെള്ളപ്പൊക്കത്തിനെ പഴിചാരിക്കൊണ്ടിട്ട് ഈ അനധികൃതമായിട്ട് ഈ കരാർ നീട്ടി കിട്ടാനുള്ള ഒരു ശ്രമമാണ് ഈ കമ്പനി നടത്തിയെന്നാണ്. എന്നാൽ ഇപ്പോൾ ഈ കമ്പനി പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈ ഞങ്ങൾക്ക് ഇനി വൈദ്യുതി നൽകാൻ അനുവാദം തന്നില്ല, ഞങ്ങൾ ഈ കമ്പനിയെല്ലാം പൂട്ടിക്കെട്ടി ഞങ്ങൾ പോകും, ഞങ്ങളുടെ പാട്ടിന് പോകും എന്ന് പറയുന്നത് സർക്കാരിനെ വിരട്ടുകയാണ്, സർക്കാരിനെ പേടിപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ കമ്പനി പൂട്ടും എന്ന് പറഞ്ഞ് ഈ കമ്പനി പേടിപ്പിച്ച് നിർത്തുകയാണ്. ഈ തന്ത്രവും കൂടി ഇപ്പോൾ കമ്പനി കളിക്കുകയാണ്. ഇതിനകത്തെല്ലാം തന്ത്രപരമായിട്ടുള്ള ഒരു അന്തർധാരയുണ്ട്. അതെല്ലാം വൻ അഴിമതിയുടെ അന്തർധാരയാണ്. നോക്കുക, നമ്മൾ അറിയാതെ നമ്മുടെ ഭൂമിയും നമ്മുടെ വെള്ളവും എന്തുമാത്രം വിറ്റ് കാശാക്കുന്നു ഈ സർക്കാരുകൾ നമ്മൾ മനസ്സിലാക്കുക. 30 വർഷം അവർക്ക് അനുവാദം കൊടുത്തു വൈദ്യുതി ഉണ്ടാക്കാൻ, അത് അവരുടെ കമ്പനി നടത്താൻ വേണ്ടിയിട്ടാണ്. 30 വർഷം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചേറ്റെടുക്കാവുന്നതാണ്. ആ തരത്തിലാണ് കരാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ തിരിച്ചേറ്റെടുക്കാനുള്ള യാതൊരു നോട്ടീസും സർക്കാർ കൊടുക്കുന്നില്ല. നമ്മളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നമ്മൾക്ക് അമിതമായി വൈദ്യുതി ബില്ല് കൂട്ടിയിട്ട് നമ്മളെ നമ്മൾ ഇറുക്കി കൊടുത്തിട്ട് നമ്മൾ വൈദ്യുതി ബില്ല് അടയ്ക്കണമെന്ന് പറയുമ്പോൾ വൻ കുത്തക വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന കുത്തക വിരുദ്ധ ഗവൺമെൻറ്റിന് ആ കുത്തകളെ തഴുകുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്.